ഹരേ കൃഷ്ണ, സർവം കൃഷ്ണ അർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ. ഇന്ന് 23-ാം ദിവസം നമ്മൾ കേൾക്കണത് എന്താണെന്നറിയോ? ജനകോപദേശമാണ്. ദിവ്യനായ യുവമുനിയുടെ ആഗമനം അറിഞ്ഞിട്ട് രാജാവ് പുരോഹിതന്മാരും ഒരുമിച്ചിട്ട് അവിടേക്ക് ചെല്ലുകയാണ്. ശ്രേഷ്ഠമായ ആസനം, ഗോദാനം എന്നിവയ്ക്ക് ശേഷം രാജാവ് കുശലൊക്കെ ചോദിച്ചു. യാതൊന്നിലും ആഗ്രഹമില്ലാത്ത അവിടുന്ന് ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ് രാജാവ്. ശുഗൻ ഇത് കേട്ട് ഇങ്ങനെ പറഞ്ഞു: രാജാവേ, എല്ലാറ്റിലും ഉത്തമം ഗൃഹസ്ഥാശ്രമമാണ്. അതിനാൽ ഒരു വിവാഹം കഴിച്ച് ഭാര്യയുമൊത്ത് ജീവിക്കാൻ എൻ്റെ പിതാവ് എന്നെ ഉപദേശിക്കുകയുണ്ടായി. ഗുരുവാക്യമാണെങ്കിൽ കൂടി ഗാർഹ്യസ്ഥം ബന്ധനമാണെന്ന് മനസ്സിലാക്കി ഞാൻ അത് സ്വീകരിച്ചില്ല. ഞാൻ സംശയാലുവായി നിൽക്കുന്നത് കണ്ട് എൻ്റെ പിതാവായ വ്യാസൻ തന്നെയാണ് എന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചത്. പൂജാർഹനും ജീവമുക്തനുമായ ജനകൻ ശത്രുഭയമില്ലാതെ എല്ലാവരെയും ബഹുമാനിതനായി കഴിയുന്നു. നാടുവാഴുമ്പോഴും അദ്ദേഹത്തെ മായാപാശം ബന്ധിച്ചിട്ടില്ല. നീ അദ്ദേഹത്തെ മാതൃകയാക്കൂ, അദ്ദേഹം നിന്റെ സംശയ നിവൃത്തി വരുത്തും എന്ന് അച്ഛൻ എന്നോട് പറഞ്ഞത് കേട്ടാണ് ഞാൻ ഇവിടെ എത്തിയത്. മോക്ഷമാണ് എൻ്റെ ലക്ഷ്യം. മഹാരാജൻ, തപസ്, തീർത്ഥാടനം, വ്രതം, യജ്ഞം, സ്വാധ്യായം, ജ്ഞാനം ഇവയിൽ ഏതാണ് മുക്തിക്ക് നിദാനമായിട്ടുള്ളത്? ജനകൻ പറഞ്ഞു: മോക്ഷമാർഗം തേടുന്ന ബ്രാഹ്മണന്റെ കടമകൾ എന്തെന്ന് ഞാൻ പറഞ്ഞു തരാം. ആദ്യം ഒരു ഉത്തമ ഗുരുവിൻ്റെ അടുക്കൽ പോയി അവിടെ വസിച്ച് വേദാധ്യയനം ചെയ്യുക. വേദാന്തങ്ങൾ പഠിച്ചു കഴിഞ്ഞ് ഗുരുദക്ഷിണയും കൊടുത്ത് ബ്രഹ്മചര്യം അവസാനിപ്പിച്ച് ഗൃഹസ്ഥാശ്രമിയാവുക. അഗ്നി മുതലായ നിത്യകർമ്മങ്ങൾ മുറ പോലെ അനുഷ്ഠിച്ച് സുഖിയായി എന്നാൽ പാപഹീനനായി വാഴണം. കാലക്രമത്തിൽ തപസ്സിനാലും സ്വാധ്യായത്താലും കാമത്തെ കീഴടക്കി ഭാര്യയെ പുത്രന്റെ സംരക്ഷണത്തിലാക്കി വാനപ്രസ്ഥനാവാം. ഒടുവിൽ വൈരാഗ്യം ഉറപ്പായാൽ സന്യാസവൃത്തിയുമാകാം. 48 സംസ്കാരങ്ങൾ, സേഖം മുതൽ ശ്മശാന സംസ്കാരം വരെയുള്ള ഗൃഹസ്ഥന്റെ 40 ചെയ്യാൻ നിയുക്തനാണത്രേ. ക്ഷമാധമാദികളായി ബാക്കിയുള്ള 8 മുമുക്ഷുക്കൾക്കുള്ളതാണ്. അങ്ങനെ ഓരോരോ ആശ്രമങ്ങൾ കടന്നു വേണം സന്യാസത്തിൽ എത്തിച്ചേരാൻ എന്നാണ് മഹത്തുക്കളുടെ അഭിപ്രായം. ഹൃദയത്തിൽ ജ്ഞാനവിജ്ഞാനവും വൈരാഗ്യവും നിറഞ്ഞിരിക്കുന്ന ഒരുവന് ഒരേ ആശ്രമവും ക്രമീകമായി താണ്ടി തന്നെ വേണമോ വനം പോകാൻ എന്ന ശ്രീശുകന്റെ ചോദ്യത്തിന് ജനകൻ ഇങ്ങനെ മറുപടി പറഞ്ഞു: ഇന്ദ്രിയങ്ങൾ എത്ര ശക്തിശാലികളാണെന്നോ അവ അപക്വ മനസ്സുകളെ വഴിതെറ്റിച്ച് പലവിധ വികാരങ്ങളിലും തളച്ചിടും. സന്യാസിയായി കഴിഞ്ഞിട്ടാണ് സുഖിക്കാനും മക്കളെ ജനിപ്പിക്കാനും തോന്നുന്നതെങ്കിലോ വാസനയുള്ള പ്രാബല്യം ഒറ്റയടിക്ക് കുറയ്ക്കുക ബുദ്ധിമുട്ടാണ്. പതുക്കെ പതുക്കെ ക്രമീകമായാണ് സാധിക്കുക. ഉയർന്ന കട്ടിലിൽ കിടക്കുമ്പോഴും വീഴാൻ സാധ്യതയുണ്ട്. എന്നാൽ നിലത്ത് കിടന്നുറങ്ങുന്നവൻ വീഴുകയില്ലല്ലോ. സന്യാസി പിഴച്ചാൽ അതിൽ പരം വീഴ്ച വേറെയൊന്നുമില്ല. മരക്കൊമ്പിൽ വിളഞ്ഞു കിടക്കുന്ന കനിയെ ആസ്വദിക്കാൻ ഇരുമ്പ് മരച്ചുവട്ടിൽ നിന്ന് പതുക്കെ ഇഴഞ്ഞു കയറുന്നു. എന്നിട്ട് പ്രശാന്തനായ ആ പഴം ആഹരിക്കുന്നു. എന്നാൽ പറന്നു തളർന്നു വരുന്ന പക്ഷിക്ക് പഴം ആസ്വദിക്കാൻ കഴിയുമെങ്കിലും അതിന് സുഖമോ വിശ്രമമോ എന്തെന്നറിയില്ല. അതെപ്പോഴും വെപ്രാളപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു. ചടുലമായ മനസ്സിനെ ഒതുക്കാൻ സാധാരണക്കാർക്ക് ബുദ്ധിമുട്ടാണ്. അതിനാലാണ് ക്രമാനുഗതമായി വേണം ആശ്രമങ്ങൾ സ്വീകരിക്കാൻ എന്ന് പറയുന്നത്. ഗൃഹസ്ഥാശ്രമിയാണെങ്കിലും ഒരാൾക്ക് ആത്മജ്ഞാനിയാകാൻ തടസ്സമൊന്നുമില്ല. അയാൾക്കുള്ള സന്തോഷ സന്താപങ്ങളോ ലാഭാലാഭ വിവേചനമോ ഉണ്ടാവുകയില്ല. മനസ്സിൽ ദുശ്ചിന്തയില്ലാതെ സ്വകർമ്മം അനുഷ്ഠിച്ച് സന്തുഷ്ടിയോടെ ജീവിക്കുന്നവർ മുക്തനാവും. ഞാൻ രാജാവാണെങ്കിലും ജീവമുക്തനാണ്. കാരണം ഞാൻ യാതൊരു കർമ്മത്താലും ബന്ധിതനല്ല. വിവിധങ്ങളായ ഭോഗങ്ങൾ സർവാത്മന കൈകൊണ്ടും പലവിധ കർമ്മങ്ങൾ ഉചിതമായി ചെയ്തും നിനക്കും എന്നെ പോലെ തന്നെ ജീവിക്കാം. അദൃശ്യമായതിനെ ബന്ധിക്കാൻ ദൃശ്യമായതിന് സാധ്യമല്ല. അനാത്മവസ്തുക്കൾക്ക് ആത്മവസ്തുവിനെ ബന്ധിക്കാനാവില്ല. ആത്മാവിനെ കാണാൻ കഴിയുകയുമില്ല. അനുമാനം കൊണ്ട് മാത്രമേ ആത്മാവിനെ അറിയാനാകൂ. ഇന്ദ്രിയങ്ങൾക്ക് വശംവദരല്ലാത്ത ആത്മാവ് നിരഞ്ജനവും നിർവികാരവുമാണ്.
മനസ്സാണ് സുഖദുഃഖങ്ങൾക്ക് കാരണമാവുന്നത്. അത് നിർമ്മലമാക്കിയാൽ പിന്നെ എല്ലാം നിർമ്മലമായി. എത്ര തീർത്ഥങ്ങളിൽ കുളിച്ചാലും മനസ്സിലെ ചെളി പോവുകയില്ല. മനുഷ്യരുടെ ബന്ധമോക്ഷങ്ങൾ ദേഹത്തെയോ ജീവാത്മാവിനെയോ ഇന്ദ്രിയങ്ങളെയോ ആശ്രയിച്ചല്ല, മറിച്ച് മനസ്സ് മാത്രമാണ് നിദാനം. നിത്യശുദ്ധമുക്തമായ ആത്മാവിനെ ബന്ധിക്കാൻ യാതൊന്നിനും സാധ്യമല്ല. ശത്രു, മിത്രം തുടങ്ങിയ ദ്വന്ദ്ങ്ങളെല്ലാം നാം അല്ലാതെ രണ്ടാമതൊന്നുണ്ട് എന്ന തോന്നലിൽ നിന്നുമാണ് ഉളവാകുന്നത്. സകല ജീവജാലങ്ങളെയും ആത്മാവ് ഒന്നാണെന്ന് കണ്ടാൽ പിന്നെ ഭേദം ഉണ്ടാവില്ല. ജീവൻ ബ്രഹ്മമാകുന്നു, ഞാനും ബ്രഹ്മമാകുന്നു. സംസാരത്തിൽ മുഴുകുമ്പോഴാണ് ഭേദബുദ്ധി ഉണ്ടാവുന്നത്. ഈ ഭേദബുദ്ധിയാണ് അവിദ്യ. വിദ്യയോ ഭേദം ത്യജിച്ചുളവാകുന്ന ഏകാത്മകതയാണ്. വെയിലില്ലാതെ തണലില്ല എന്നതുപോലെ അവിദ്യ കൂടാതെ വിദ്യയുടെ മഹത്വം എങ്ങനെ അറിയും? പഞ്ചേന്ദ്രിയങ്ങൾ കർമ്മേന്ദ്രിയങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. പഞ്ചഭൂതങ്ങൾ അവയുടെ തന്മാത്രകളിൽ വളർത്തുന്നു. ഇന്ദ്രിയങ്ങൾ അവയുടെ വിഷയങ്ങളിൽ വ്യാപരിക്കട്ടെ. ആത്മാവിന് അതുകൊണ്ടൊക്കെ എന്താണ് ഛേദം? വേദങ്ങൾ സമൂഹത്തിന് രക്ഷയ്ക്കായി ധർമ്മശാസ്ത്രങ്ങൾ നിർദ്ദേശിച്ചിട്ടുള്ളത് ബൗദ്ധന്മാർക്ക് പറ്റിയതുപോലെ ധർമ്മച്യുതി ഉണ്ടാകാതിരിക്കാനാണ്. വർണ്ണാശ്രമങ്ങൾ നശിക്കാതെ സൂക്ഷിക്കുന്നത് എല്ലാം നന്മ വരുത്തും. ഇതൊക്കെ കേട്ട് ശുഗൻ പറയാണ്, മഹാരാജാവേ, അങ്ങയുടെ വാക്കുകൾ കേട്ടിട്ടും എന്നിൽ സംശയം ബാക്കിയാണ്. വേദധർമ്മത്തിൽ അധാർമികമായി കണക്കാക്കാവുന്ന ഹിംസ പോലും ഉണ്ടല്ലോ. ശശബിന്ദു എന്ന രാജാവിനെ പറ്റി ഞാൻ കേട്ടിരിക്കുന്നു. ധർമ്മിഷ്ഠനും സത്യവാനും യജ്ഞങ്ങളിൽ അഗ്രഗണ്യനുമായിരുന്ന അദ്ദേഹം ധർമ്മം തെറ്റി നടക്കുന്നവരെ ശിക്ഷിക്കുകയും ചെയ്തു. ആ നാട്ടിൽ യജ്ഞകർമ്മങ്ങളിൽ കൊന്നുകൂട്ടിയ മൃഗങ്ങളുടെ തോലുകൾ കൊണ്ടൊരു കുന്നുണ്ടായി അത്രേ. അതിനു മുകളിൽ മഴ പെയ്താണത്രേ ചർമ്മണ്വ നദി ഉണ്ടായത്. ആ രാജാവ് അന്തരിച്ചപ്പോൾ കീർത്തിമാനായിരുന്നു എന്നെനിക്കറിയാം. എന്നാൽ അത്തരം കീർത്തിയോ സ്വർഗമോ ഞാൻ ആഗ്രഹിക്കുന്നില്ല. അത്തരം വേദധർമ്മത്തിൽ എനിക്ക് വാസനയുമില്ല. സ്ത്രീ സംസർഗം കൊണ്ട് മനുഷ്യൻ വിഷയഭോഗത്തിൽ സുഖം കണ്ടെത്തുന്നു. അതില്ലാത്തപ്പോൾ ദുഃഖവുമായി. ഇത്തരം ജീവിതം നയിക്കുന്ന ഒരാൾ എങ്ങനെ ജീവമുക്തനാകും? ഈ സംശയമൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ജനകൻ പറയാണ്, യജ്ഞത്തിലെ ജന്തുഹിംസ അഹിംസയായി പരിഗണിക്കപ്പെടുന്നു. കാരണം അതിൽ ആസക്തിയില്ലല്ലോ. വിറകാണ് അഗ്നിയിൽ പുകയുണ്ടാക്കുന്നത്. കനൽ മാത്രമാണെങ്കിൽ പുകയില്ല. യാഗത്തിലെ ഹിംസ രാഗികൾക്ക് ഹിംസയും വിരാഗികൾക്ക് അഹിംസയുമാണ്. ആസക്തിയോ അഹങ്കാരമോ ഇല്ലാതെ ചെയ്യുന്ന കർമ്മങ്ങൾ അകർമ്മങ്ങളാണ്. ഗൃഹസ്ഥാശ്രമങ്ങൾ ചെയ്യുന്നത് ഹിംസയാണ്. എന്നാൽ അവരുടെ കർമ്മങ്ങൾ അനാസക്തരായി ചെയ്യുന്നതിനാൽ ജിതേന്ദ്രിയരായ ആ മോക്ഷേച്ഛുക്കൾക്ക് അഹിംസ തന്നെയാണ്. ഇതെല്ലാം കേട്ട് ശ്രീ ശുഗൻ വിവാഹം കഴിക്കാൻ തീരുമാനിക്കുകയാണ്. അടുത്ത ദിവസം നമ്മൾ കേൾക്കാൻ പോണത് ശുഗ വിവാഹമാണ്. സർവം കൃഷ്ണാർപ്പണമസ്തു. ജയ ജയ ശ്രീ രാധേ രാധേ.